ഡിയർ ഫ്രണ്ട്സ്, സ്പാർട്ടക് ഇലക്ട്രോ യൂട്യൂബ് ചാനലിൽ ഞാനിന്നിവിടെ നിർമ്മിക്കാൻ പോകുന്നത് ഇത് സാധാരണ ഒരു എക്സ്റ്റൻഷൻ ബോക്സ് ആണ്. ഇതിന് സ്വിച്ച് ഒന്നും ഇല്ലാത്ത ഒരു എക്സ്റ്റൻഷൻ ബോക്സ് ആണ്. ഇത് 3 പ്ലഗ് പോയിന്റ് കുത്തിയെടുക്കുന്ന ബോക്സ് ആണ്. അപ്പോൾ നമുക്ക് ഇതിനൊരു സ്മാർട്ട് ബോക്സ് ആക്കി എടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ നോക്കുന്നത്. സാധാ സ്വിച്ചിന് പകരം ടച്ച് സ്വിച്ച് ആക്കി എടുക്കാൻ പറ്റുമെന്നുള്ളത് നമുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഇതുപോലെ നമുക്ക് 12 വോൾട്ടിൻ്റെ ഒരു പവർ സപ്ലൈ നമുക്ക് ആവശ്യമുണ്ട്. ഇതിലിവിടെ നമ്മൾ കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 12 വോൾട്ട് DC നമുക്ക് കിട്ടും. അങ്ങനത്തെ 100 രൂപ ഇതിന് വിലയുള്ളൂ. അങ്ങനത്തെ ഒരു പവർ സപ്ലൈ നമുക്ക് ആവശ്യമാണ്. പിന്നെ ഇതേപോലത്തെ ഒരു ടച്ച് സെൻസർ നമുക്ക് ആവശ്യമാണ്. ഇതും 12 വോൾട്ടിൻ്റെ സെൻസറാണ്. ഇത് രണ്ടും നമുക്ക് ഇലക്ട്രോണിക് ഷോപ്പുകളിലൊക്കെ ഇത് കിട്ടുന്നതാണ്. അപ്പം പിന്നെ നമുക്കൊരു 12 വോൾട്ടിൻ്റെ ഒരു ചെറിയ റിലേയും കൂടി ആവശ്യമുണ്ട്. ഈ 3 സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ട് ഒരു 250 രൂപ ചിലവിൽ നമുക്ക് ഇതേപോലെ ഒരു സ്മാർട്ട് സ്വിച്ച് ബോർഡ് നിർമ്മിക്കാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് വർക്ക് ആരംഭിക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്കിതിൻ്റെ വയറിങ് ചെയ്യുന്ന രീതി നോക്കാം. ഇതിപ്പോൾ നമ്മൾ ഇവിടെ 250 വോൾട്ട് കറണ്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ 12 വോൾട്ട് DC ഔട്ട്പുട്ട് കിട്ടും ഈ പവർ സപ്ലൈക്ക്. അപ്പോൾ ഞാനിവിടെ എല്ലാത്തിൽ നിന്നും ഓരോ വയർ പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലെ സ്ക്രൂ കുറച്ച് ടൈറ്റാണ്. പെട്ടെന്ന് നമുക്ക് ഇവിടെ സ്ക്രൂ ടൈറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതേപോലെ വലത്തിൽ 4 വയർ പുറത്തേക്ക് ഇട്ടിരിക്കുകയാണ്. ഇത് നമുക്ക് ഇനി കണക്ഷൻ കൊടുത്ത് നോക്കാം. അതിന് നമുക്ക് ഈ സെൻസർ കയ്യിലെടുക്കണം. ഈ സെൻസറിന് ഒരു ഇൻപുട്ടും ഉണ്ട്, ഒരു ഔട്ട്പുട്ടും ഉണ്ട്. അതിൽ ഇൻപുട്ട് എഴുതിയ ഭാഗത്ത് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്, ഔട്ട്പുട്ട് എഴുതിയ ഭാഗത്ത് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. ഈ ഔട്ട്പുട്ട് എഴുതിയ ഭാഗത്ത് 3 വയർ വരുന്നുണ്ട്. അതിൽ നമ്മളിപ്പോൾ ഇവിടെ 2 വയർ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഈ വെള്ള വയർ ഞാൻ ഒഴിവാക്കിയിട്ടാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ വയറിങ് ചെയ്ത് നോക്കാം. ആദ്യം ഈ ഇൻപുട്ട് എന്ന ഭാഗത്ത് എഴുതിയിരിക്കുന്ന പോസിറ്റീവ് നെഗറ്റീവ് വയർ നമ്മൾ കയ്യിലെടുക്കുക. അതിൽ പോസിറ്റീവ് വയർ, അതായത് ചുവന്ന വയർ നമ്മൾ ഈ പവർ സപ്ലൈൻ്റെ ഔട്ട്പുട്ടിൽ, അതായത് 12 വോൾട്ട് DC കിട്ടുന്ന ഭാഗത്ത് ഉള്ള ചുവപ്പ് വയർ, ഇതിലാണ് നമുക്ക് 12 വോൾട്ടിൻ്റെ പോസിറ്റീവ് വരുന്നത്. അതിലേക്ക് നമ്മൾ ഈ സെൻസറിൻ്റെ പോസിറ്റീവ് കണക്ട് ചെയ്യുക, തിരിച്ചു കൊടുക്കുക. തൊട്ടിപ്പുറത്തുള്ള നെഗറ്റീവിലേക്ക് സെൻസറിൻ്റെ നെഗറ്റീവും തിരിച്ചു കൊടുക്കുക. ഇനി ഉറപ്പായിട്ട് കിട്ടാൻ വേണ്ടി ഞാനൊന്ന് സോൾഡർ ചെയ്യുകയാണ്. സോൾഡർ ചെയ്ത് കൊടുത്തു. ഇപ്പം ഇതിലേക്ക് കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ സെൻസറിൽ നമുക്ക് 12 വോൾട്ട് കിട്ടും. സെൻസർ വർക്ക് ചെയ്യാനുള്ള വോൾട്ടേജ് കിട്ടും. ഇനി നമ്മൾ സെൻസറിൻ്റെ ഔട്ട്പുട്ട്, അതായത് നമ്മൾ ഈ 2 വയർ എടുത്തിരിക്കുന്ന ഈ ഭാഗം എടുത്തിട്ട് നമ്മൾ നേരത്തെ വെച്ച ഈ റിലേ എടുക്കുക. 12 വോൾട്ടിൻ്റെ റിലേ ആണ്. ഈ റിലേയുടെ 3 പിന്ന് വരുന്ന ഒരു ഭാഗമുണ്ട്. അതിൽ നടുവിലത്തെ പിന്ന് ഒഴിവാക്കിയിട്ട് 2 സൈഡിലുള്ള പിന്നിലേക്ക് ഇത് കണക്ട് ചെയ്യുക. ഈ 2 വയർ കണക്ട് ചെയ്യുക. കണക്ഷൻ കൊടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതേപോലെ ഒരു ടെസ്റ്റ് ലാമ്പ് എടുക്കണം. അതായത് നമുക്ക് ഈ സ്വിച്ച് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് ലാമ്പ് എടുക്കുക. ഈ ടെസ്റ്റ് ലാമ്പിൻ്റെ ഒരു ഭാഗം ഈ റിലേയുടെ ഈ ഭാഗത്ത് വരുന്ന പോയിന്റിലേക്ക് നമ്മൾ സോൾഡർ ചെയ്ത് കൊടുക്കുക. അതായത് 2 പിന്ന് വരുന്നതിൻ്റെ ഈ ഭാഗത്ത് വരുന്നതിലേക്ക് നമ്മൾ സോൾഡർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതവിടെ ഉറപ്പിച്ചു. ഇനി റിലേയുടെ നടുഭാഗത്ത് വരുന്നത്, അതായത് നമ്മൾ ആദ്യം കൊടുത്ത 3 പിന്ന് കൊടുത്തതിലുള്ള 3 പിന്ന് വരുന്നതിൻ്റെ നടുഭാഗത്തുള്ള കണക്ഷൻ, അതിൽ നമ്മളൊരു വയർ സോൾഡർ ചെയ്യുക. ആ വയറിൻ്റെ ഒരറ്റം ഈ പവർ സപ്ലൈയുടെ 2 വയർ നമ്മൾ ഇവിടെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇതിലേക്കാണ് നമ്മൾ കറണ്ട് കൊടുക്കുന്നത്. അതിൽ ഈ റിലേയുടെ നടുഭാഗത്ത് നിന്ന് വരുന്ന ഈ വയർ പവർ സപ്ലൈയുടെ ഈ ഒരു വയറിലേക്ക് നമ്മൾ തിരിച്ചു കൊടുക്കുക. അതിനുശേഷം സീരീസ് ലാമ്പിൻ്റെ മറ്റേ കണക്ഷൻ നമ്മൾ
ഇതിൻ്റെ ഈ വയറിലേക്കും പിരിച്ചു കൊടുക്കുക. എത്രയും കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കറണ്ട് കൊടുക്കേണ്ട കോഡ് വയറും കൂടി കണക്ട് ചെയ്യണം. അതുപോലെ ഞാനിവിടെ എത്തിയിരിക്കുന്ന 2 പിൻ വരുന്ന കോഡ് വയറാണ്. ഇതിപ്പോൾ ടെസ്റ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി മാത്രം ഇതാണ് 2 പിൻ എടുക്കുന്നത്. അല്ലാതെ നമ്മൾ ശരിക്കും ഉണ്ടാക്കുന്ന രീതിയിലാകുമ്പോൾ നമ്മൾ 3 പിന്നാണ് എടുക്കണം. കാരണം എർത്ത് അത്യാവശ്യമാണ്. ഇപ്പം എർത്തില്ലാത്ത രീതിയിൽ സാധാരണ കാണിച്ചു തരാൻ വേണ്ടി മാത്രം 2 പിന്നാണ് എടുക്കുന്നത്. ഇതിൻ്റെ ഒരു തലക്കൽ കട്ട് ചെയ്തിട്ട് ഈ ഭാഗം നമ്മൾ കൊണ്ടുവന്ന് ഇതിലേക്ക് കറണ്ട് കൊടുക്കുക. AC എന്ന് എഴുതിയ ഈ ഭാഗത്തേക്ക് കൊടുക്കുക. ഇതെല്ലാം കൂടി വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടി അതൊന്ന് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുകയാണ്. ഓക്കെ. ഇനി ഇത് നമ്മൾ കറണ്ട് കൊടുക്കുന്ന സമയത്ത് ഇത് കൂട്ടിമുട്ടാൻ പാടില്ല, എല്ലാം കൂടി ട്രിപ്പാവും. അപ്പോൾ ഞാൻ അവിടെ ഒരു ഇൻസുലേഷൻ കൂടി അടിക്കുകയാണ്. കറണ്ടിലുള്ള വർക്കായതുകൊണ്ട് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. ഇതൊന്നും ലീക്കേജ് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇവിടെയൊക്കെ ഞാനൊരു ഇൻസുലേഷൻ കൊടുക്കുകയാണ്. താൽക്കാലികമായിട്ടൊരു ഇൻസുലേഷൻ അടിക്കുകയാണ്. അതുപോലെ ഈ DC വരുന്ന ഭാഗത്തും ഇൻസുലേഷൻ കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമേ ഞാനിങ്ങനെ കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വെറുതെ ഒന്ന് ഇൻസുലേഷൻ അടിച്ചു കൊടുക്കുന്നേ ഉള്ളൂ. ഓക്കെ. കൂട്ടിമുട്ടാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇൻസുലേഷൻ അടിച്ചു. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള ഒരു വയറിംഗ് ആട്ടോ ഇതിൽ വരുന്നത്. ഇത്രയേ ഉള്ളൂ. ഓക്കെ. ഇനി നമുക്കിത് വർക്ക് ചെയ്ത് നോക്കാം. അപ്പം ഇതിലേക്ക് ഞാൻ കറണ്ട് കണക്ഷൻ കൊടുക്കുകയാണ്. ഇതാണ്ട് ടച്ച് സ്വിച്ച് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൽ ഒരു ടച്ച് ചെയ്യുമ്പോൾ ഓണാവും. എത്ര നേരം വേണമെങ്കിലും ഓണായി കിടന്നോളും. ഒന്നുകൂടെ ടച്ച് ചെയ്താൽ ഓഫായിക്കോളും. ഇത് 12 വോൾട്ട് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ഷോക്ക് അടിക്കുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി നമുക്ക് ഒരു സ്വിച്ച് ബോർഡിൽ എങ്ങനെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. എല്ലാം കൂടെ ഞാൻ കേസിൻ്റെ അകത്ത് സെറ്റാക്കിയിട്ടുണ്ട്. പവർ സപ്ലൈ ഇതേപോലെ ഡബിൾ ടേപ്പ് വെച്ച് ഒട്ടിച്ചിരിക്കുന്നു. റിലേ ഇതേപോലെ തന്നെ ഇവിടെ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. ഈ പവർ സപ്ലൈ 12 വോൾട്ട് നമുക്ക് പഴയ ഇതേപോലെയുള്ള അഡാപ്റ്ററുകളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ 12 വോൾട്ടിൻ്റെ അഡാപ്റ്റർ ഉണ്ടെങ്കിൽ ഇത് വാങ്ങേണ്ട ആവശ്യമില്ല. ഇതുപോലെ അഡാപ്റ്റർ പൊളിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ബോർഡ് ഉണ്ടാവും. ആ ബോർഡിൻ്റെ ഇവിടെ നമ്മൾ കറണ്ട് കൊടുക്കുക. ഇവിടെ നമുക്ക് 12 വോൾട്ട് എടുക്കാനും പറ്റും. പോസിറ്റീവ് നെഗറ്റീവ് എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇത് വാങ്ങേണ്ട ആവശ്യമില്ല. പിന്നെ ഇനിയുള്ളത് നമ്മൾ ഇതിൻ്റെ പ്ലഗിലേക്ക് കണക്ഷൻ കൊടുത്തിരിക്കുന്നതാണ്. ന്യൂട്രൽ തമ്മിൽ യോജിപ്പിച്ചു, ഫേസ് തമ്മിൽ യോജിപ്പിച്ചു. അതിനുശേഷം ന്യൂട്രലിൽ നിന്നും ഫേസിൽ നിന്നും ഓരോ വയറെടുത്തു. ആ വയറെടുത്ത് നമ്മൾ ആദ്യം ഇതേപോലെ സീരീസ് ലാമ്പ് ടെസ്റ്റ് ചെയ്യാനെടുത്ത് ആ പോയിന്റിലേക്ക് ഈ 2 വയർ കണക്ഷൻ കൊടുത്തു. 3 കണക്ഷനും ഇതേപോലെ ഒരേപോലെ പാരലൽ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് സെൻസർ പിടിപ്പിക്കാം. സെൻസർ പിടിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സെൻസറിന് 2 സ്റ്റിക്കർ ഉണ്ട്. ഇത് വർക്ക് ചെയ്യുക. ഡബിൾ ടേപ്പാണുള്ളത്. അതിനുശേഷം നമുക്ക് ഈ സെൻസർ നമുക്ക് ഇവിടെ കൊണ്ടുപോയി ഉള്ളിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലും പുറത്തേക്ക് അതിൻ്റെ സെൻസർ കിട്ടും. അപ്പോൾ ഞാൻ ഇവിടെ ഏകദേശം അത് കണക്കാക്കിയിട്ട് ഒരു ചെറിയ പഴയ ഇൻഡക്ഷൻ കുക്കറിൻ്റെ ഒരു ഫ്രണ്ട് പാനലിൻ്റെ കേസിൻ്റെ ഒരു ഭാഗം, പവർ ഓൺ ആക്കുന്ന ഭാഗം സ്റ്റിക്കർ കട്ട് ചെയ്തെടുത്തിട്ട് ഇവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് പശ വെച്ചിട്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഞാൻ സെൻസർ വെക്കാൻ പോകുന്നത്. ഇതേപോലെ ഇവിടെ സെൻസർ ഒട്ടിച്ച് വെച്ചു. ഇപ്പം ഇതേപോലെ ഇതിൽ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ഓഫ് നമുക്ക് ഇതിലാക്കാൻ പറ്റും. അപ്പോൾ ഇത് സെൻസറിൽ നമ്മൾ ഡയറക്റ്റ് തൊടാത്തതുകൊണ്ട് ഷോക്കിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല. ചെറിയ കുട്ടികൾ വരെ അതിൽ ടച്ച് ചെയ്താലും പുറത്തുനിന്ന് ഷോക്കൊന്നും അടിക്കുകയില്ല, പ്ലാസ്റ്റിക് ബോഡിയുടെ പുറത്തായതുകൊണ്ട്.
ഇനി നമ്മൾ ഇത് അടയ്ക്കാൻ പോവുകയാണ്. ഇതേപോലെ 2 സ്ക്രൂ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ അടച്ചു കഴിഞ്ഞു. ഇനി നമുക്കിത് ഓണാക്കി നോക്കാം. ഇവിടെ ലോഡ് ചെയ്യാൻ ചെക്ക് ചെയ്യുന്ന ഇതേപോലെ 100 വാട്ട്സിൻ്റെ നേരത്തെ എടുത്ത സീരീസ് ടെസ്റ്റ് ലാമ്പാണ്. അത് ഇതേപോലെ പ്ലഗിൽ കുത്തി നമുക്ക് ടച്ച് സ്വിച്ച് ഓണാക്കി നോക്കാം. അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി, ഓൺ ഓഫ് തന്നെ അതിൽ കിട്ടും. അതുപോലെ നമുക്ക് ലോഡിൽ എന്ത് വേണമെങ്കിലും കണക്ട് ചെയ്യാം. ഫാൻ കണക്ട് ചെയ്യാം, ടി വി വേണമെങ്കിലൊക്കെ കണക്ട് ചെയ്യാം. അപ്പം ഇതിപ്പോൾ 100 വാട്ട്സിൻ്റെ ലോഡ് മാക്സിമം എടുക്കാവുന്ന രീതിയിലുള്ള റിലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് കൂടുതൽ ലോഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ റിലേയുടെ കപ്പാസിറ്റി കുറച്ച് കൂട്ടണം. അതായത് 10 ആമ്പിയറിൻ്റെ റിലേ അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കൂടുതൽ ലോഡ് കൊടുക്കണമെങ്കിൽ 20 ആമ്പിയറിൻ്റെ 30 ആമ്പിയറിൻ്റെ ഒക്കെ റിലേ നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ നമ്മുടെ സ്മാർട്ട് സ്വിച്ച് ബോർഡിൻ്റെ വർക്ക് അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെയുള്ള വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഇതാണ് ഇതിൻ്റെ ഡയഗ്രാം വരുന്നത്. അപ്പോൾ ഇതിൽ ഈ ചുവപ്പ് കളറിൽ കൊടുത്തിരിക്കുന്നത് നമ്മൾ ഒഴിവാക്കിയിട്ട കണക്ഷൻ്റെ, അതായത് സെൻസറിൻ്റെ രണ്ടാമത്തെ ഔട്ട്പുട്ട് അടുത്ത സ്വിച്ച് ഓൺ ആക്കുന്ന കണക്ഷനാണ്. ഇപ്പം ബ്ലാക്ക് കളറിൽ കൊടുത്തിരിക്കുന്നതാണ് നമ്മളിപ്പം ചെയ്ത വർക്ക്. ഓക്കെ.